So guys, welcome back to the yet another video of Rendu Bhagya Vlogs. So ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് സെറ്റ് ആയിരിക്കുകയാണ് ഭാഗ്യൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ എൻ്റെ മാമൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ്. ഇത് മാസ്റ്റർ ഇവിടെ ഉണ്ട്, അച്ഛൻ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. ഇനിയിപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, അത് ആ ഹോളിലാണ് ഇവിടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അവിടേക്ക് പോകാം, ഒരു നൈറ്റ് കാഴ്ച നടക്കാം. ഓക്കെ, പൂരി ബാജി ഉണ്ട്, ഇത് നിന്നുകൊണ്ടിരിക്കുന്ന സമയമില്ല, കഴിച്ചിട്ടിറങ്ങാം. സോ ഗൈസ്, നമ്മളിറങ്ങി 10 മണിയായിട്ടുണ്ട്. വേഗം അവിടെ എത്തണം. ലൊക്കേഷൻ അറിയില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. അവിടെ എത്തിയിട്ട് കാണും. ഗൈസ്, ഈ ഫിഫ ഓഡിറ്റോറിയത്തിന്റെ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഹോളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. ഈ ഹോള് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഗൈസ്, നമ്മളിവിടെ റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ ഓഡിറ്റോറിയം കാണിച്ചു തരാം, നമ്മളെ റിസപ്ഷൻ നടത്താൻ. നിങ്ങൾ നമ്മളെ വെഡിങ് വീഡിയോ കണ്ടില്ലേ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കല്യാണം നടന്ന റിസപ്ഷൻ നടന്ന ഹോള്. ദിസ് വൺ. നമുക്ക് ഏതായാലും ഉള്ളിലേക്ക് കയറാം. എന്താ അവസ്ഥ? ശ്രീ ചേച്ചീൻ്റെ പിള്ളേര് ഭാഗ്യവിടെ പോസ്റ്റായിട്ട് കുറച്ച് കമ്പനികൾ ആണ് ഹോള്. മാമനോട് തോന്നല്ലേ? അവന്റെ ഇളയ പുത്രനാണ്, അതായത് എൻഗേജ്മെന്റ് ലേഡീന്റെ അനിയൻ. പിന്നെ ഓരോരുത്തരായിട്ട് മേലേക്ക് വന്നു തുടങ്ങി സ്റ്റേജിന്റെ അവിടേക്ക്. മാമന് മോനുള്ള സിങ്ക് ഉണ്ടല്ലേ. അങ്ങനെ കസിൻസ് എല്ലാരും കൂടെ നിന്നിട്ട് നമ്മള് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ചേരം പിന്നെ സ്റ്റേജ് ഡെക്കോറൊക്കെ ചെയ്യാൻ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വയ്യാൽ ഓടി നടന്നു. ഭാഗ്യം കുറച്ച് ഡെക്കറേഷൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാ. ഈ സമയത്തൊക്കെ ഞാൻ പിന്നിലേക്ക് ഓടി. അങ്ങനെ പിന്നെ ഇവരുടെ എൻട്രി ഡാൻസിന് വേണ്ടിയിട്ട് കുറെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതിന് പിന്നെ കുറച്ചേരം ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. ബാക്കിയുള്ളവർ കൂടി നടക്കില്ല, ഞാൻ കുറച്ച് ക്ഷീണിച്ചപ്പോൾ അവിടെ ഇരുന്നു. ഇതാണ് നമ്മളുടെ എൻഗേജ്മെന്റ് ലേഡി. അവരവരുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ എൻട്രി ഡാൻസിന് വേണ്ടി സെറ്റ് ആയി നിൽക്കായിരുന്നു. പിന്നെ അവരുടെ സംസാരവും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. അങ്ങനെ സെറ്റ് ആയി. മാമന് മോള് ഇവരൊക്കെ എൻട്രി ഡാൻസ് കൊളാവോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെൻഷനിലാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നതിലാണ്. ഇവരെ എൻട്രി ഡാൻസിന് വേണ്ടിയിട്ട് ക്യാമറമാൻ അവിടെ നിൽക്കുന്നു, ഇവിടെ നിർത്തുന്നു, അങ്ങോട്ട് തട്ടിക്കുന്നു, ഇങ്ങോട്ട് ഉറപ്പിക്കുന്നു. നമുക്കിത് പിന്നെ ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതാണ് നമ്മളുടെ ചെക്കൻ ശ്രീരു. അങ്ങനെ ഇവനും കുറെ നേരം പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിന്നു. ഇത് പിന്നെ തുടക്കാണ്, ഇതൊരു സാമ്പിള് മാത്രമാണ്. ഇപ്പൊ കല്യാണത്തിന് ഇതിന് വലുത് വരാണ്ട് നമുക്കറിയാലോ. പിന്നെ ഒരു എൻട്രി ഡാൻസ് ഒന്നും ഞാനും ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സെറ്റായി പോയി. അങ്ങനെ എൻട്രി ഒക്കെ കഴിഞ്ഞു. പെണ്ണിന് ചെക്കൻ സ്റ്റേജിലേക്ക് കൈ കൊടുത്ത് കയറ്റി. അങ്ങനെ സെറ്റായി. പിന്നെ എല്ലാവരും വരിക്കും നരക്കൊക്കെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അതിന് മുന്നേ റിംഗ് എക്സ്ചേഞ്ച് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ കല്യാണം ഏതായാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താവോ എങ്ങനെയാണെന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ എൻഗേജ്മെന്റ് ആയാലും എൻഗേജ്മെന്റ് അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു, ഈ പാർട്ടി പോപ്പർ പൊട്ടിച്ചതും എല്ലാം അടിപൊളിയായിട്ട് കളറായിട്ട് തന്നെ പരിപാടിക്ക് നടന്നു. അങ്ങനെ പിന്നെ ഈ ഒരു ഹാമ്പർ കൈമാറുന്ന പരിപാടി, പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി എല്ലാം നമ്മളിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തു. നമുക്ക് നമ്മുടെ എൻഗേജ്മെന്റ് ഒക്കെയാണ് ഈ ഒരു സമയത്ത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, ഒരു പരസ്പരം കേക്ക് ഒക്കെ കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ പരിപാടി കളറായി. എന്തായാലും അത് കോർഡിനേറ്റ് ചെയ്യാൻ എല്ലാവരും അത്യാവശ്യം എഫേർട്ട് എടുത്തു. പിന്നെ അവർ രണ്ടുപേരും ഹാപ്പിനെസ് ആണ് എൻഡ് ഓഫ് ദ ഡേ ആ ഒരു പരിപാടിന്റെ മെയിൻ. അങ്ങനെ പിന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും വന്നു സെറ്റാക്കി. പിന്നെന്താ അതൊക്കെ മൂത്ത് വെച്ചിട്ടൊക്കെ തുടച്ചു കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമായി. കുറെ പേരൊക്കെ ഫോട്ടോ എടുത്തു, കുറെ പേര് പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള രീതിക്ക് താഴേക്ക് പോയി. നമ്മൾ ഓൾറെഡി ഈ പരിപാടി അറിയുന്നതുകൊണ്ട് അധികം റഷൊന്നും കൂട്ടിയില്ല. അദ്ദേഹം എൻ്റെ ചേച്ചിയുടെ മൂത്ത വരുന്നുണ്ട്. അങ്ങനെ പിന്നെ കട്ട് ചെയ്ത കേക്ക് എല്ലാവർക്കും കഷ്ണമായിട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിരുന്നു. ഞാനൊരു ചെറിയ കഷ്ണം എടുത്തു. അങ്ങനെ കേക്ക് കഴിച്ചതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോയ്ക്ക് അവരെ കൂടെ നിന്നെടുത്തു, വിഷ് ചെയ്തു, പിന്നെ ഫുഡ് കഴിക്കാൻ
താഴെ എത്തിയപ്പോൾ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ മെയിൻ ആൾക്കാരും പിന്നെ ചെക്കൻ്റെ സൈഡിലുള്ളവരെല്ലാവരും ഫുഡ് കഴിക്കായിരിക്കുന്നു. ഒരു ഷാരണും പിന്നെ എൻ്റെ കസിൻസും എല്ലാവരും വിളമ്പായിരുന്നു. ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നു. പിന്നെ അപ്പോഴത്തേക്ക് അച്ചമ്മയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി അതൊക്കെ കൊടുത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ. കൊടുത്ത് വന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു. പിന്നെ ചേച്ചിയും അമ്മയും ഭായി എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അച്ഛണ്ട് വിളമ്പാൻ നിൽക്കുക. ഞാൻ അച്ഛനെയും കൂടെ എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബിരിയാണിയും എല്ലാ ഐറ്റംസും നമുക്ക് ഇഷ്ടമായി. ഐസ്ക്രീം രീതിയിലാണ് പിള്ളേരെല്ലാവരും. കുറേ എണ്ണം പാർസൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത്. പിന്നെ ചേച്ചീൻ്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടിയപ്പോൾ അതൊക്കെ മാറ്റി വെച്ച്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ബിരിയാണി കഴിച്ചു. പിന്നെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് കഴിച്ചു. മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളൂ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചു. കട്ട് ഫ്രൂട്ട്സ് കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് സെറ്റായതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായി. ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ലേറ്റായിട്ട് നമ്മൾ കഴിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നവർക്ക് ചേച്ചീനെയും പിള്ളേരും ഡ്രോപ്പ് ചെയ്തു. വന്നതിന് ശേഷം പിന്നെ ഫുള്ള് റഷ് ആയിരുന്നു. റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയും പിള്ളേരൊക്കെ പോയി. ചേച്ചി ഞാൻ ബസ് കിട്ടാതെ തന്നെ പിള്ളേരെ തിരിച്ചുണ്ടാക്കി. അങ്ങനെ പിന്നെ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉച്ചക്ക് എല്ലാവരും നമ്മൾ വന്ന സമയം ഒരു 3:30 ആ ഒരു സമയമൊക്കെ തുടങ്ങിയതാണ്. പിന്നെ ഫുള്ള് റൂം സെറ്റ് ചെയ്ത്. അപ്പൊ ഇത്രയും നേരൊക്കെ നിങ്ങൾ എന്ത് സെറ്റ് ചെയ്തെന്നുള്ളതല്ലേ അപ്പൊ കാണിച്ചിട്ടില്ല. അതെ, ഒരു സർപ്രൈസ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ചുമണ്ട് ഈ ഒരു കുഞ്ഞു വ്ളോഗ് നമ്മളോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ മാമൻ്റെ മുകളിലെ എൻഗേജ്മെൻ്റ് ആയിരുന്നു നിങ്ങൾ കണ്ടത്. അപ്പം അവിടുത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.